ഡെയിലി പ്രോസസ് ഓഫ് ഡെന്റൽ കോർഡിനേറ്റർ. ഡെന്റൽ കോർഡിനേറ്ററിന്റെ ഡെയിലി പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. OP ഓപ്പൺ ആകുന്നതിന് മുമ്പ് പ്രീ OPD പ്രിപ്പറേഷൻ, OP സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഒരു കോർഡിനേറ്റർ ചെയ്യേണ്ടത്? 30 minutes ബിഫോർ OP ഓപ്പൺ ആവുന്നതിന് മുമ്പേ എത്തുക. ഡെന്റിസ്റ്റിന്റെ ഷെഡ്യൂൾ ചെയ്ത ഇന്നത്തെ ഷെഡ്യൂൾ എന്തൊക്കെയാന്ന് കൺഫേം ചെയ്യുക. എല്ലാ ഭാഗങ്ങളും ക്ലീൻ ആണോ, റെഡി ആണോ, ഡെന്റൽ ചെയർ എല്ലാം റെഡി ആണോ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ റെഡി ആണോ, സ്റ്റെറൈൽ ചെയ്തിട്ടുണ്ടോ എല്ലാ യൂണിറ്റ്സും, അതായത് പിന്നെ എല്ലാ യൂണിറ്റ്സും ഇൻസ്ട്രുമെന്റ്സ് അതേപോലെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന എല്ലാ സംഗതികളും അണുവിമുക്തമാക്കിയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ കൺസ്യൂമബിൾസ് ആയ ഗ്ലൗ, മാസ്ക്, സെക്ഷൻ ടിപ്സ്, അതേപോലെ തന്നെ ഗോസ്, സിറിഞ്ചുകൾ, ഇതൊക്കെ അവൈലബിൾ ആണെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് ലിസ്റ്റ് എടുക്കുക. അപ്പൊ ഇന്ന് ബുക്കിംഗ് ഉണ്ടെങ്കിൽ ഇന്ന് എത്ര ബുക്കിംഗ് ഉണ്ട് നോക്കുക, അവരുടെ ടൈം എടുക്കുക. പുതിയ ബുക്കിംഗ് ആണോ അതോ മുൻപ് ചെയ്തു പോയതിന്റെ ബാക്കി ചെയ്യാനുള്ള എത്ര പേരുണ്ട്, അവർക്ക് എപ്പോഴാണ് സമയം കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നോട്ട് ചെയ്യുക. കോർഡിനേറ്റ് വിത്ത് റിസപ്ഷൻ ഫോർ ടോക്കൺ ആൻഡ് ക്യൂ സിസ്റ്റം. ടോക്കൺ എടുക്കാനും അതേപോലെ തന്നെ ക്യൂ സിസ്റ്റം ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് റിസപ്ഷനുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യാം. പേഷ്യന്റ് ഫ്ലോ മാനേജ്മെന്റ്, പേഷ്യന്റിനെ അകത്തേക്ക് കയറ്റി വിടുന്നതും അവരുടെ ബില്ലിങ്ങും രജിസ്ട്രേഷനുമായി സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ വെരിഫൈ പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് വാക്കിൻസ്, അതായത് ഡയറക്റ്റ് വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്ത പേഷ്യൻസിനൊക്കെ വെരിഫൈ ചെയ്യുക. അവർ തന്നെയാണ് അവർ അല്ലെങ്കിൽ കൃത്യസമയത്ത് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അവർക്ക് ഫോൺ ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാവാം. ഒരു പേഷ്യന്റ് ചിലപ്പോ അവിടെ നമ്മളെ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുള്ള ആൾക്കാരോട് ഇന്നതാണ് കേട്ടോ, അടുത്ത ആൾ ഇന്ന നമ്പർ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പേഷ്യൻസുമായിട്ട്. പിന്നെ അതേപോലെ തന്നെ അവർക്ക് രജിസ്ട്രേഷൻ, OP രജിസ്ട്രേഷൻ, കൺസൾട്ടേഷൻ സ്ലിപ്പ്, അതൊക്കെ എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അവരെ കൂടെ അതിന് വേണ്ടി നിൽക്കുക. പിന്നെ പേഷ്യൻസിനെ വളരെ എന്താ പറയാ പൊളൈറ്റ് ആയിക്കൊണ്ട് വെയിറ്റിംഗ് ടൈം ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ പേഷ്യൻസിന്റെ കൂടെ അവരെ ഡെന്റൽ ചെയർ വരെ പോവുക, അവരെ ഇരുത്താനുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ പ്രയോറിറ്റി പേഷ്യൻസ് ഉണ്ടാവും, ചിലപ്പോൾ കൂടുതൽ പെയിനൊക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിന് ആദ്യം കടത്തിവിടുക. ബ്ലീഡിങ് ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ട്രോമ എന്തെങ്കിലും എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസ്, സ്വെല്ലിംഗ് ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുക, ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക. ഡോക്ടേഴ്സ് കോർഡിനേഷൻ. ഡോക്ടർ കോർഡിനേഷനിൽ ഒന്ന് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സ്ഥിരമായിട്ട് ഡോക്ടർ ഉണ്ട്, അത് കൂടാതെ നമുക്ക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സും അവൈലബിൾ ആണ്. അപ്പൊ ഏത് ഡോക്ടർക്കാണ് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് കൃത്യമായിട്ട് നോക്കുക. ചിലപ്പോൾ ഒരു പേഷ്യന്റ് വിളിച്ച് പറയണ എനിക്ക് പീഡോഡോണ്ടിസ്റ്റിനെയാണ് കാണേണ്ടത്, അത് കുട്ടികളുടെ ഡെന്റൽ ഡോക്ടറെയാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ അവരുടെ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുക. അതിന് ചോദിച്ചിട്ട് നമ്മളുടെ പീഡോഡോണ്ടിസ്റ്റ് ആരാണ്, അവരുടെ കോൺടാക്ട് നമ്പർ എടുക്കുക, അവരുടെ ഏത് സമയത്താണ് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റുന്നത് അവരെ കൃത്യമായിട്ട് അപ്പോയിന്റ്മെന്റ് എടുപ്പിക്കുക. കൃത്യസമയം പറഞ്ഞു കൊടുക്കുക, പേഷ്യൻസിനും കൃത്യസമയം പറഞ്ഞു കൊടുക്കുക, അവരുടെ കൺസൾട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഓർത്തോഡോണ്ടിസ്റ്റ്, നമ്മുടെ പല്ലിന്റെ ഈ എല്ലു വിഭാഗമായിട്ട് നമ്മുടെ പല്ല് കെട്ടുക, അതേപോലെ തന്നെ അതിന്റെ നിരകളൊക്കെ ശരിയാക്കുക, അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റൂട്ട് കനാൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഉണ്ടെങ്കിൽ ഓർത്തോഡോണ്ടിസ്റ്റുമായിട്ടാണ് ബന്ധപ്പെട്ടത്. അപ്പൊ ഓർത്തോഡോണ്ടിസ്റ്റിന്റെ കോൺടാക്ട് നമ്മൾ എടുത്തു വെക്കുക. അവർക്ക് എപ്പോഴാണ് അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നതെന്ന് ഡോക്ടറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കൃത്യസമയം കൊടുക്കുക. ആ സമയത്തേക്ക് അവരെത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വേറൊരു സിനാരിയോ വരുന്നത്, ചിലപ്പോൾ നമ്മളുടെ OP സമയത്തിന് മുൻപ്, ഇപ്പൊ സാധാരണ OP സമയം 9 മണി മുതലാണെങ്കിൽ ചിലപ്പോൾ ചില പേഷ്യൻസിന് വർക്കിന് പോകുന്നവര് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നവര് ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരെ മുൻകൂട്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അവർക്ക് ടൈം അവർ ചോദിക്കുകയാണെങ്കിൽ, പേഷ്യൻസ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് 8 മണിക്ക് പറ്റുമോ 7:30 പറ്റുമോ, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ആണെങ്കിൽ ആ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ സേവനം ആ സമയത്ത് ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ എടുക്കുക. ആ ലഭ്യമാകുന്നുണ്ടെങ്കിൽ പേഷ്യൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്നിട്ട് അവർക്ക് അവരുടെ സർവീസ് അവൈലബിൾ ആക്കി കൊടുക്കുക. അതേപോലെ തന്നെ ആഫ്റ്റർ OP ടൈം ഒരു 4-5 മണിക്ക് ശേഷമുള്ള സമയത്ത് ഡോക്ടേഴ്സിന് അവൈലബിൾ ആക്കാൻ പറ്റുകയാണെങ്കിൽ കൃത്യമായി ഡോക്ടേഴ്സിന് അവൈലബിൾ ആക്കുകയും അവരുടെ കോണ്ടാക്ട് ചെയ്ത് ആ പേഷ്യൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ അവർക്ക് വേണ്ട സർവീസ് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. പിന്നെ പേഷ്യന്റിന്റെ ഫയലുകൾ ഹാൻഡ് ഓവർ ചെയ്യുക, കൃത്യമായി ഡോക്ടർക്ക് പേഷ്യൻസിന്റെ ഫയലുകൾ ഹാൻഡ് ഓവർ ചെയ്യുക. പിന്നെ ഡെന്റിസ്റ്റിന്റെ അപ്ഡേഷൻ, പേഷ്യന്റ് ക്യൂ ഡെന്റിസ്റ്റിനെ അറിയിക്കുക. ഇനിയിപ്പോ നമുക്ക് 2 പേരുണ്ട് അല്ലെങ്കിൽ 3 പേരുണ്ട് 5 പേരുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഡോക്ടറെ ഇൻഫോം ചെയ്യുക. പിന്നെ ഈ ഇൻസ്ട്രക്ഷൻസ്, ഡെന്റിസ്റ്റ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി റെക്കോർഡ് ചെയ്യുക. ഫോളോ അപ്പ് ആണെങ്കിൽ, ഇപ്പൊ ഈ പേഷ്യന്റിനെ
ഈ അടുത്ത ആഴ്ച വീണ്ടും വിളിക്കണം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച അവരെ വരണം, അത് അവർ കൃത്യമായിട്ട് ലെഡ്ജറിൽ നോട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച അവർക്ക് ഇൻഫോം ചെയ്യാം. പിന്നെ ലാബിലേക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഡെന്റൽ എന്തെങ്കിലും മേക്ക് ചെയ്യാനൊക്കെ ഉള്ളെങ്കിൽ ലാബുമായി ബന്ധപ്പെട്ട് അവിടുന്ന് അതിന്റെ ഇൻഫർമേഷൻ എടുക്കുക, അത് റെഡി ആയിട്ടുണ്ടോ എത്തിയിട്ടുണ്ടോ എന്നുള്ള സംഗതികളൊക്കെ കൃത്യമായിട്ട് നോക്കുക. പിന്നെ ഡെന്റിസ്റ്റ് കോർഡിനേറ്റിംഗ് വിത്ത് ഡെന്റൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ നേഴ്സുമാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെന്റിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നേഴ്സ് അവിടെ ഉണ്ടാവും. അത് കൂടാതെ ഏതെങ്കിലും ആ നേഴ്സ് അവിടെ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഡ്യൂട്ടിയിൽ ഇല്ലെങ്കിൽ വേറെ നേഴ്സുമാരുമായി ബന്ധപ്പെട്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ അതിനൊക്കെ വേണ്ട കാര്യങ്ങൾ ഈ കോർഡിനേറ്റർ ആണ് നോക്കേണ്ടത്. അതിന് റിസപ്ഷൻ കോർഡിനേറ്ററുടെ സഹായം തേടാം, അതേപോലെ തന്നെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം തേടാം, അതുമല്ലെങ്കിൽ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിന്റെ സഹായം തേടുകയും ചെയ്യാം. ഡയഗ്നോസ്റ്റിക് ആൻഡ് പ്രൊസീജിയേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെ പ്രൊസീജിയേഴ്സും ഒരു ജനറൽ അവയർനെസ് ആണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, പേഷ്യൻസിനെ ഗൈഡ് ചെയ്യുക. റേഡിയോളജിക്ക് എക്സ്റേ എടുക്കേണ്ടി വരും. എക്സ്റേ എടുക്കേണ്ടിയാണെങ്കിൽ ചിലപ്പോൾ അവരെ ആ സീറ്റിൽ നിന്ന് മാറ്റി നമ്മുടെ എക്സ്റേ പൊസിഷൻ എവിടെയാണ് അങ്ങോട്ട് കൊണ്ടുപോവുക, ഡോക്ടർ കൂടെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ പ്രിപ്പറേഷൻ ഇൻസ്ട്രക്ഷൻസ്. ഇപ്പോൾ നമുക്ക് ഇന്ന് ഒരാളുടെ പിന്നെ ഡയഗ്നോസിങ് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എങ്ങനെ വരണം, എന്താണ് അവരുടെ കേസ്, ഫാസ്റ്റിംഗ് ആവശ്യമുണ്ടോ, അത് ഭക്ഷണം കഴിച്ചിട്ട് വരാൻ പറ്റുമോ, ഭക്ഷണം കഴിക്കാതെ വരാൻ പറ്റുമോ, എന്തെങ്കിലും മെറ്റാലിക് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യണോ സ്കാൻ ചെയ്യുന്നതിന് മുമ്പ്, അതൊക്കെ അവരോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അത് ഡോക്ടർ ഇതൊക്കെ പറഞ്ഞു തരും. അത് നോക്കിയിട്ട് ആ പേഷ്യൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഷെഡ്യൂൾ, ഇപ്പൊ ഇന്ന് 2-3 സ്കെയിലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന സംഗതികളുണ്ട്, ഇംപ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും കൃത്യമായ സമയം ഷെഡ്യൂൾ ചെയ്ത് ഡോക്ടറോട് ചോദിക്കാം എത്ര സമയം ഇതിനെടുക്കും, അപ്പൊ ഞാൻ ഈ ടൈം പറഞ്ഞോട്ടെ, ഓക്കെ, അടുത്ത ആളോട് ഈ സമയം പറഞ്ഞോട്ടെ, ഓക്കെ, അങ്ങനെ പാക്ഡ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ കോർഡിനേറ്റ് വിത്ത് OT, ഏതെങ്കിലും ഡേ കെയർ പ്രൊസീജിയർ, ചിലപ്പോൾ ഡെന്റൽ അല്ലെങ്കിൽ ഡെന്റൽ ഓർത്തോ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ, കുറച്ചധികം കേസൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രൊസീജിയേഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. അതിന് ചിലപ്പോൾ ജനറൽ അനസ്തേഷ്യ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ അനസ്തേഷ്യസ്റ്റിന്റെ സേവനം നമുക്ക് ലഭ്യമാണ്, അതും ഉപയോഗിക്കാം. ലോക്കൽ അനസ്തേഷ്യ ആണെങ്കിൽ അങ്ങനെ സാധാരണ ഡോക്ടർമാരനെ ഡയറക്റ്റ് ചെയ്യുന്നതും ആണ്. പേഷ്യന്റ് എഡ്യൂക്കേഷൻ ആൻഡ് ഗൈഡൻസ്, ഈ ഏരിയയിലാണ് കൂടുതൽ സർവീസ് ആവശ്യം വരിക. എക്സ്പ്ലെയിൻ പോസ്റ്റ് പ്രൊസീജിയർ കെയർ ആസ് അഡ്വൈസ്ഡ് ബൈ ദ ഡെന്റിസ്റ്റ്. അതായത് നമുക്ക് ഒരു പേഷ്യന്റ് വരുന്നതിന് മുമ്പ് എങ്ങനെ വരണം. ഇപ്പൊ ഇന്നൊരു പ്രൊസീജിയർ ഉണ്ടെങ്കിൽ സർ നിങ്ങൾ ഓറൽ ഹൈജീൻ കീപ്പ് ചെയ്യണം, ഇന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്തിട്ട് വരണം, ബ്രഷ് ചെയ്യുമ്പോൾ ഒന്നുകിൽ പിന്നെ നമ്മുടെ മൗത്ത് വാഷ് ഉപയോഗിക്കണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ മുൻകൂട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ ഡയറ്റ് എന്തൊക്കെ കഴിക്കാൻ പറ്റും, എന്തൊക്കെ കഴിച്ചിട്ട് വരണോ അല്ലെങ്കിൽ കഴിക്കാതെ വരണോ, പിന്നെ മെഡിക്കേഷൻസ് എന്തെങ്കിലും എടുക്കണോ, അപ്പൊ പെയിൻ കില്ലറൊക്കെ ആദ്യം കൊടുത്തിട്ടുണ്ടാവുമെങ്കിൽ പെയിൻ മാറിയതിനു ശേഷം വരണോ, ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഡോക്ടറോട് ചോദിച്ചിട്ട് പേഷ്യൻസിനെ ഇൻഫോം ചെയ്യുക. ബുക്ക് ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റ്സ്, അപ്പൊ ഇന്ന് പുതിയ പേഷ്യൻസ് ഉണ്ട്, അത് കൂടാതെ വേറെയും നമുക്ക് മുൻകൂട്ടി വന്ന ആളുകൾ ഉണ്ടാവും. അതിൽ ക്ലാഷ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ടൈമിംഗ് ഓരോരുത്തർക്കും അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അറേഞ്ച് റിമൈൻഡർ കോൾസ്, മെസ്സേജ്, അപ്കമിങ് ഡെന്റൽ പ്രൊസീജിയേഴ്സ്. ഇപ്പൊ ഒരു ഡെന്റൽ പ്രൊസീജിയർ നാളെ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് ചെയ്ത ആൾക്ക് മറ്റന്നാളാണ് ഡെന്റൽ പ്രൊസീജിയർ എന്നുണ്ടെങ്കിൽ നാളെ ആർക്ക് ഒരു വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം, സാർ നാളെയാണ് നിങ്ങളുടെ പ്രൊസീജിയർ, അന്ന് വൈകുന്നേരം ഒന്ന് ഫോൺ വിളിച്ചിട്ട് പറയുകയും ചെയ്യാം ഇന്ന സമയത്താണെന്നുള്ളത്. ഞാനൊരു ഉദാഹരണം പറയാണ്, എത്രയാണോ ഡേറ്റ് അതിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരുത്താം. എല്ലാ പേഷ്യൻസിനെയും ഫോളോ അപ്പ് ചെയ്യണം. നമ്മുടെ സർവീസ് എടുത്ത് പോയി കഴിഞ്ഞാലും അവരുടെ റിക്കവറി ആയിട്ടുണ്ടോ ഇല്ലയെന്ന് ഒരു വിത്തിൻ വീക്ക് ഒന്ന് ചെക്ക് ചെയ്ത് വിളിച്ച് എല്ലാവരും ഹാപ്പിയാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുക. നമ്മൾ ഓരോ ഫാമിലീസിനെയാണ് നോക്കുന്നത്. ഒരു പേഷ്യന്റ് വന്ന് പോയി കഴിഞ്ഞാൽ അവരുടെ നെക്സ്റ്റ് പേഷ്യന്റിനെ ഇങ്ങോട്ട് റെഫർ ചെയ്യുന്ന രീതിയിലേക്കാണ് നമുക്ക് സൊല്യൂഷൻ അവർക്ക് കൊടുക്കേണ്ടത്. പിന്നെ പേഷ്യൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ ക്ലിയർ സിമ്പിൾ കമ്മ്യൂണിക്കേഷൻ ആവുക, അതായത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറെ ടെക്നിക്കൽ വേർഡ്സ് ഒന്നും ഉപയോഗിക്കാതെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അതുണ്ടോ ഇങ്ങനെ ഉണ്ടോ, അങ്ങനത്തെ പ്രശ്നം ഉണ്ടല്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന കാര്യം ചെയ്താൽ മതി, ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് പറയട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രൂപത്തിൽ പേഷ്യന്റ്, പ്രത്യേകിച്ച് കുട്ടികൾ അല്ലെങ്കിൽ വയസ്സായവരൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്താം. പിന്നെ ഫൈനാൻഷ്യൽ കോർഡിനേഷൻ ആണ്. പേഷ്യൻസിന് ഇപ്പൊ എല്ലാ പ്രൊസീജിയർ കഴിയുന്നതിന് മുമ്പ് ഡോക്ടറോട് ചോദിച്ചിട്ട് അവരുടെ പേഷ്യന്റ് ബില്ല് എത്രയാവും എന്നൊക്കെയുള്ള കൃത്യമായിട്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് അവരുടെ ബില്ല് പ്രിന്റ് ചെയ്ത് നമുക്ക് അവർക്ക് പേഷ്യന്റ് പോകുമ്പോൾ അവർക്ക് കൊടുക്കുക. എവിടെയാണ് പ്രൊസീജിയർ ചാർജ്, എവിടെയാണ് പേ ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ലെഡ്ജറിൽ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുക.
OP അവസാനിപ്പിക്കുമ്പോൾ നമ്പർ ഓഫ് കൺസൾട്ടേഷൻ പ്രൊസീജിയർ എന്തൊക്കെ ഉണ്ടെന്ന് നോട്ട് ചെയ്യാം. അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ഡെയിലി ട്രീറ്റ്മെന്റ് ലോഗ്, അതായത് നമ്മുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് എഴുതുന്ന ഒരു ലെഡ്ജർ ഉണ്ട്, ഡോക്ടേഴ്സ് അപ്ഡേറ്റ് ചെയ്യും, അത് അപ്ഡേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. പ്രോപ്പർ ക്ലീനിങ് എൻഷുർ ചെയ്യുക, പോകുന്ന സമയത്തും ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ കൊണ്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമ്മളുടെ ഡെന്റൽ പ്രൊസീജിയേഴ്സ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് അത് സ്റ്റെറിലൈസേഷന് വിധേയമായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക, ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക, അത് തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ദെൻ സബ്മിറ്റ് ഡെയിലി കൺസംഷൻ റിപ്പോർട്ട്, ഇന്ന് എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് കൃത്യമായിട്ട് എഴുതി വെക്കുക. അതായത് നമുക്ക് പിറ്റേ ദിവസം വരെ അടുത്ത ഈ സമയത്ത് നമുക്ക് അഡീഷണൽ സാധനങ്ങൾ ആവശ്യമായി വരും. അപ്പോൾ ഓരോ ദിവസവും കൺസംഷൻ റിപ്പോർട്ട് കൃത്യമായിട്ട് ഉപയോഗിച്ച ഗ്ലൗകളുടെ എണ്ണം, സിറിഞ്ചുകളുടെ എണ്ണം, ഇംപ്രഷൻ മെറ്റീരിയൽസ് എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അനസ്തെറ്റിക്സിൽ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. റിപ്പോർട്ട് എനി എക്യുപ്മെന്റ് മാൽഫങ്ഷൻ ടു ബയോമെഡിക്കൽ ടീം. ഏതെങ്കിലും മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വർക്ക് ചെയ്യാത്തോ മാൽഫങ്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബയോമെഡിക്കൽ സ്റ്റാഫിനെ അല്ലെങ്കിൽ നമ്മൾ ഓപ്പറേഷൻസിന്റെ അറിയിച്ചാലും മതി. അവരെന്ത് ചെയ്യും, കൃത്യമായിട്ട് ആളുകൾക്ക് റിപ്പോർട്ട് ചെയ്യുകയും ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് റിപ്പോർട്ടിംഗ് ആണ്. എല്ലാ ദിവസവും നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ഈ ഒരു റിപ്പോർട്ടിംഗ് വാട്സാപ്പിൽ റിപ്പോർട്ട് ചെയ്യുക. ഇതിന്റെ ഒരു ഫോമാറ്റ് ഞാൻ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവും. അതിൽ ഒന്ന് സബ്മിറ്റ് ഡെയിലി റിപ്പോർട്ട് ടു റിസപ്ഷൻ ഇൻചാർജ് ഓർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്നാണ്. ഇത് നമ്മൾ ഗ്രൂപ്പിലാണ് റിപ്പോർട്ട് ചെയ്തത്. ടോട്ടൽ കൺസൾട്ടേഷൻ, എത്ര കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു, അത് പുതിയത് എത്ര, ഫോളോ അപ്പ് എത്ര. അതായത് ഇപ്പോ 10 കൺസൾട്ടേഷൻ ആണെങ്കിൽ അതിൽ 2 എണ്ണമാണ് പുതിയതുണ്ടെങ്കിൽ 2/8 എന്നിടുക. അപ്പൊ 2 എണ്ണം പുതിയതും 8 എണ്ണം ഫോളോ അപ്പും എന്ന് മനസ്സിലാക്കാം. പ്രൊസീജിയേഴ്സ് എന്തൊക്കെ ഉണ്ടായിരുന്നു, കൺസൾട്ടേഷൻ ആണോ പ്രൊസീജിയർ ആണോ എന്നുള്ളത് നോക്കുക. പ്രൊസീജിയേഴ്സും അതേപോലെ തന്നെ എത്ര നമ്പർ ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. എമർജൻസി കേസ് എന്തെങ്കിലും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ, ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് എന്നിടാം, 1 അല്ലെങ്കിൽ നമ്പേഴ്സ് ഇടാം. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നോട്ട് അപ്ലിക്കബിൾ NA എന്നിട്ടാലും മതി, അല്ലെങ്കിൽ നിൽ എന്നിട്ടാലും മതി. റെഫറൻസ് ടു ഡയഗ്നോസ്റ്റിക്സ്, അതായത് OT, അതായത് റെഫറൻസ് ഉണ്ടായിട്ടുണ്ടോ, അതായത് ഇതിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറ്റൂല, അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് റെഫർ ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് എത്ര എണ്ണം. എന്തെങ്കിലും ഇഷ്യൂ നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടോ, ഒന്ന് ഡിലേ, എക്യുപ്മെന്റ് ഇഷ്യൂ, പേഷ്യന്റ് കംപ്ലൈന്റ്സ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ അതിലിടുക. അതിൽ കൂടെ അതെന്താണ് കംപ്ലൈന്റ് എന്ന് നോട്ട് ചെയ്തിട്ട് ആ ഒരു നോട്ടിൽ നമ്മുടെ കംപ്ലൈന്റ് രജിസ്റ്റർ പോലെ ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്യുക. അതൊരു ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഡെന്റൽ കോർഡിനേറ്റർക്ക് ഒരു ദിവസം ചെയ്യാനുള്ളത്.